വെറും കൂർത്ത കല്ലുകളിൽ നിന്നും തുടങ്ങി ലോകത്തിലെ ആദ്യത്തെ മികച്ച നഗരങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് വളർന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവന്റെ ബുദ്ധിശക്തിയാണ്. ഈ ബുദ്ധിശക്തിയാണ് അന്ന് മനുഷ്യനെ കൊന്നൊടുക്കാൻ ശേഷിയുണ്ടായിരുന്ന വലിയ വന്യമൃഗങ്ങളെക്കാൾ ശക്തനാകാൻ അവനെ സഹായിച്ചത്. ജവഹർലാൽ നെഹ്റു തന്റെ പ്രസിദ്ധമായ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ പ്രാകൃത മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ ശത്രുക്കളോട് പോരാടാൻ പ്രാകൃത മനുഷ്യർക്ക് പ്രത്യേക ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വയം രക്ഷിക്കാൻ അവർക്ക് കല്ലുകൾ എറിയാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് മഴു, കുന്തം, നേർത്ത സൂചികൾ തുടങ്ങിയ പ്രത്യേക ഉപകരണങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിക്കാൻ അവരവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചു തുടങ്ങി. ലണ്ടനിലെയും ജനീവയിലെയും മ്യൂസിയങ്ങളിൽ ഇന്നും സൂക്ഷിച്ചിട്ടുള്ള ഇത്തരം പുരാതന കല്ലായുധങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടം സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മനുഷ്യർ തങ്ങളുടെ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും കല്ലാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രത്യേക രീതികളെ അടിസ്ഥാനമാക്കി ചരിത്രകാരന്മാർ ഈ വലിയ കാലഘട്ടത്തെ 3 വ്യത്യസ്ത ഘട്ടങ്ങളായി തിരിക്കുന്നു. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഈ 3 ഘട്ടങ്ങളാണ് പാലിയോലിഥിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിഥിക് ഏജ് അഥവാ മധ്യശിലായുഗം, അതുപോലെ നിയോലിഥിക് ഏജ് അഥവാ നവീന ശിലായുഗം. സ്റ്റോൺ ഏജിന് ശേഷം വെങ്കലവും ഇരുമ്പും തുടങ്ങിയ വസ്തുക്കൾ കണ്ടുപിടിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയതോടെ മനുഷ്യർ മെറ്റൽ ഏജ് അഥവാ ലോഹയുഗം എന്ന കാലഘട്ടത്തിലേക്ക് കടന്നു. മനുഷ്യചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ തരംതിരിക്കാൻ പുരാവസ്തു ഗവേഷകർ ഈ വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ സാങ്കേതികവിദ്യ സാധാരണ കല്ലുകളിൽ നിന്ന് കൂടുതൽ സങ്കീർണവും ഈടുനിൽക്കുന്നതുമായ ലോഹ ഉപകരണങ്ങളിലേക്ക് എങ്ങനെ വളർന്നു എന്ന് കാണിക്കുന്നത് ഈ മാറ്റമാണ്. ഇപ്പൊ നോക്കാം. സ്റ്റോൺ ഏജിന്റെ ആദ്യ ഭാഗമാണ് പാലിയോലിഥിക് ഏജ്. മിനുസപ്പെടുത്താത്ത പരുക്കൻ കല്ലായുധങ്ങളുടെ ഉപയോഗമാണ് ഇതിന്റെ പ്രത്യേകത. പഴയത് എന്നർത്ഥം വരുന്ന പാലിയോസ്, കല്ല് എന്നർത്ഥം വരുന്ന ലിത്തോസ് എന്നീ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പേര് വന്നത്. ഈ ഉപകരണങ്ങൾ നിർമ്മിച്ച രീതിയും പ്രാകൃത മനുഷ്യർ എങ്ങനെ ഭക്ഷണം കണ്ടെത്തി ജീവിച്ചു എന്നതും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. പ്രാകൃത മനുഷ്യർ തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കല്ലുപയോഗിച്ചതിൽ പുരാവസ്തു ഗവേഷകർ പ്രധാനമായും 3 ഘട്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് സിംപിൾ യൂട്ടിലൈസേഷൻ അഥവാ ലളിതമായ ഉപയോഗം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ ഒരു മാറ്റവും വരുത്താതെ അതേപടി ഉപയോഗിക്കുന്നതാണിത്. ഒരു കാര്യം ചെയ്യാൻ കല്ലിന്റെ സ്വാഭാവിക രൂപത്തെയാണ് ഈ രീതി ആശ്രയിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ഫാഷനിംഗ് അഥവാ രൂപപ്പെടുത്തൽ. ഇവിടെ മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന രീതിയിൽ കിട്ടുന്ന കല്ലുകളുടെ രൂപം മാറ്റാൻ തുടങ്ങി. ഒരു ഉപകരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാമെന്നവർ മനസ്സിലാക്കിയതുകൊണ്ട് ഇതവരുടെ ബുദ്ധിശക്തിയിലെ വളർച്ചയെ കാണിക്കുന്നു. കല്ലുകൾ പൊട്ടിച്ചോ ചെത്തിയെടുത്തോ അവർക്ക് കൂടുതൽ മൂർച്ചയുള്ള വകുകളോ പിടിക്കാൻ എളുപ്പമുള്ള രൂപങ്ങളോ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലെ ഉപകരണ നിർമ്മാണത്തിന്റെ മൂന്നാമത്തേതും ഏറ്റവും മികച്ചതുമായ ഘട്ടമാണ് സ്റ്റാൻഡർഡൈസേഷൻ അഥവാ മാനദണ്ഡമാക്കൽ. ഈ ഘട്ടത്തിൽ അവർ നേരിട്ട ഓരോ വ്യത്യസ്ത ആവശ്യങ്ങൾക്കും മനുഷ്യർ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ നിർമ്മിച്ചു. അതിന്റെ അർത്ഥം അവർ വെറും സാധാരണ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം വളരെ സ്പെസിഫിക് ആയ ജോലികൾക്കുള്ള ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തു. മനുഷ്യരുപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും ലളിതമായ രൂപങ്ങളായിരുന്നു പെബിൾ ടൂൾസ് അഥവാ ചെറുകല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ. ഇതിനു പിന്നാലെ ഇരുവശവും ചെത്തിമിണുക്കിയ കൂടുതൽ സങ്കീർണമായ ബൈഫേസ് കോർ ടൂൾസും അവരുപയോഗിച്ചു തുടങ്ങി. ഒരു വലിയ കല്ലിൽ നിന്ന് പൊട്ടിപ്പോകുന്ന ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഫ്ലേക്ക് ടൂൾസ് നിർമ്മിച്ചത്. ഈ വ്യത്യസ്ത രീതികൾ പാലിയോലിഥിക് ഏജിലുടനീളം മനുഷ്യർക്കുണ്ടായ സാങ്കേതിക വിദ്യയിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഒരു വലിയ കല്ല് പൊട്ടിക്കുമ്പോൾ ബാക്കി വരുന്ന ഏറ്റവും വലിയ കഷ്ണത്തെയാണ് കോർ അഥവാ കാമ്പ് എന്ന് വിളിക്കുന്നത്. ഈ വലിയ കഷ്ണത്തിൽ നിന്ന് ചെത്തിമാറ്റുന്ന ചെറിയ കഷ്ണങ്ങളെ ഫ്ലേക്സ് എന്നും വിളിക്കുന്നു. വലിയ പ്രധാന കഷ്ണത്തിൽ നിന്നുണ്ടാക്കുന്നവ കോർ ടൂൾസും ചെറിയ ചീളുകളിൽ നിന്നുണ്ടാക്കുന്നവ ഫ്ലേക്ക് ടൂൾസുമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലിയോലിഥിക് കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും മനുഷ്യർ വെറും കല്ലുപയോഗിക്കുന്നതിനപ്പുറം പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അവർ തങ്ങളുടെ ആയുധങ്ങളിൽ എല്ലുകൾ കൂടി ഉൾപ്പെടുത്താനും അങ്ങനെ കൂടുതൽ വ്യത്യസ്തമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനും തുടങ്ങി. ഈ കാലഘട്ടത്തിൽ തന്നെ ബ്ലേഡ് ടെക്നോളജി വികസിച്ചു വന്നു. ഇതവർക്ക് കൂടുതൽ മൂർച്ചയുള്ളതും കൃത്യതയുള്ളതുമായ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു.
പാലിയോലിത്തിക് മനുഷ്യരുടെ ബുദ്ധിപരവും സാങ്കേതികവുമായ വളർച്ച അവരുടെ അത്ഭുതകരമായ കലാസൃഷ്ടികളിലും വ്യക്തമായി കാണാം. ആശയം വിനിമയം നടത്താനും അവരുടെ ചിന്തകൾ പ്രകടിപ്പിക്കാനും അവർ സിമ്പിളായ രേഖകളും കൊത്തുകളുകളും ശില്പങ്ങളും വരെ ഉപയോഗിച്ചു. ഫ്രാൻസിലെ ചോവെ, ലാസ്കോ ഗുഹകൾ പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കലാസൃഷ്ടികൾ ഇന്നും കാണാൻ കഴിയും. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഇത്തരം പുരാതനമായ ചിത്രീകരണങ്ങൾ ആദ്യത്തെ ആചാരങ്ങളുമായോ വിശ്വാസങ്ങളുമായോ ബന്ധപ്പെട്ടതാണെന്ന് പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് കണ്ടെത്തിയ വീനസ് പ്രതിമയും ഫ്രഞ്ച് ഗുഹകളിലെ കൊത്തുകളുകളും അവരുടെ ആഴത്തിലുള്ള സാംസ്കാരിക ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്പെയിനിൽ നിന്ന് കണ്ടെത്തിയ എല്ലുകളിലെ കൊത്തുകളുകൾ ഈ ആദ്യകാല മനുഷ്യർക്കുണ്ടായിരുന്ന ഉയർന്ന കലാപരമായ കഴിവുകളെ കൂടുതൽ തെളിയിക്കുന്നു. തങ്ങളുടെ പ്രസിദ്ധമായ ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ പ്രാകൃതരായ കലാകാരന്മാർ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിവിധ തരം നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അവർ ചെടികളും മരത്തുളിയും പഴങ്ങളും അരച്ചെടുത്ത് ചുവന്ന കല്ലിന്റെ പൊടിയുമായി കലർത്തിയാണ് നിറങ്ങളുണ്ടാക്കിയത്. ഈ ചിത്രങ്ങൾ പലപ്പോഴും ഗുഹകൾക്കുള്ളിൽ വളരെ ആഴത്തിലോ അല്ലെങ്കിൽ സൂര്യപ്രകാശം എത്താത്ത ഉയർന്ന മേൽക്കൂടകളിലുമാണ് വരച്ചിരുന്നത്. പാലിയോലിത്തിക് ഏജിൽ മനുഷ്യർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു നാടോടി ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അവർ സ്ഥിരമായ വീടുകൾക്കു പകരം ഗുഹകൾ പോലെയുള്ള പ്രകൃതിദത്തമായ സ്ഥലങ്ങളിലോ തുറസായ ഇടങ്ങളിലോ ആണ് ജീവിച്ചിരുന്നത്. മൃഗങ്ങളെ വേട്ടയാടുന്നതും പ്രകൃതിയിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നതുമായിരുന്നു ജീവൻ നിലനിർത്താൻ അവർ പ്രധാനമായും ചെയ്തിരുന്നത്. സ്ഥിരമായി യാത്ര ചെയ്തതുകൊണ്ട് പാലിയോലിത്തിക് മനുഷ്യർ ഭാവിക്ക് വേണ്ടി ഭക്ഷണം സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. കല്ലുകൊണ്ടുള്ള സൂചികളും മൂർച്ചയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുള്ള അവരുടെ കൊത്തുകളുകളിലൂടെ അവരുടെ ബുദ്ധിപരവും സാങ്കേതികവുമായ വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഫ്രാൻസ്, റഷ്യ, സ്പെയിൻ എന്നിങ്ങനെയുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സെന്ററുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ ശിലായുഗത്തിനും പുതിയ ശിലായുഗത്തിനും ഇടയിലുള്ള ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായിട്ടാണ് മെസോലിത്തിക് ഏജ് വന്നത്. നടുവിൽ എന്നർത്ഥം വരുന്ന മെസോസ്, കല്ല് എന്നർത്ഥമുള്ള ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പേര് വന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ മൈക്രോലിത്സ് അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മെസോലിത്തിക് ഏജിൽ മനുഷ്യർ വേട്ടയാടുന്നതിനും ഭക്ഷണം ശേഖരിക്കുന്നതിനും പുറമെ മീൻപിടുത്തവും കൂടി തങ്ങളുടെ ഭക്ഷണമാർഗ്ഗങ്ങളിൽ ഉൾപ്പെടുത്തി. ഈ സമയത്ത് മനുഷ്യർ മൃഗങ്ങളെ മെഴുക്കി വളർത്താൻ തുടങ്ങിയതിന്റെ ആദ്യകാല സൂചനകളും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ മധ്യപ്രദേശിലെ ഭിംബേട്ക, കഥോട്ടിയ തുടങ്ങിയ ഗുഹാകേന്ദ്രങ്ങളിൽ ഈ ജീവിതരീതിയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ സ്റ്റാർകാർ, ഇന്ത്യയിലെ സരായി നഹർ റായ് തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട മെസോലിത്തിക് സെന്ററുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രകാരൻ ഗോർഡൻ ചൈൽഡ് നിയോലിത്തിക് റെവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ച മനുഷ്യജീവിതത്തിലെ വളരെ വലിയൊരു മാറ്റമാണ് നിയോലിത്തിക് ഏജ് കൊണ്ടുവന്നത്. പുതിയത് എന്നർത്ഥം വരുന്ന നിയോസ്, കല്ല് എന്നർത്ഥമുള്ള ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പേര് വന്നത്. മനുഷ്യരവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു എന്നതാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാന മാറ്റം. മനുഷ്യർ ഏറ്റവും നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ഭക്ഷ്യയോഗ്യമായ പുല്ലുകളും കിഴങ്ങുകളും മരങ്ങളും നട്ടുപിടിപ്പിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങി. ഇതേസമയം തന്നെ ഭക്ഷണം നൽകിയും സംരക്ഷിച്ചും വിവിധ മൃഗങ്ങളെ അവർ വിജയകരമായി മെഴുക്കി വളർത്തി. ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്ന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്കുള്ള ഈ വലിയ മാറ്റം സംഭവിച്ചത് ഫെർട്ടൈൽ ക്രെസന്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. ജനസംഖ്യ വർധനവും കാട്ടിൽ നിന്നുള്ള ഭക്ഷ്യസാധനങ്ങളുടെ കുറവും ഉൾപ്പെടെ പല കാര്യങ്ങളും കൃഷിയുടെ തുടക്കത്തിലേക്ക് നയിച്ചു. മനുഷ്യരുടെ താമസസ്ഥലങ്ങൾ വർദ്ധിച്ചതോടെ സാമൂഹിക ഘടനകളും കൂടുതൽ സങ്കീർണമായി മാറി. പരുക്കൻ കല്ലുകൾക്ക് പകരം മനുഷ്യർ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അഥവാ മിനുസപ്പെടുത്തിയ കല്ലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ കൃഷിക്കായി മണ്ണ് കിളിക്കാനും മരങ്ങൾ വെട്ടിമാറ്റാനും മനുഷ്യരെ സഹായിച്ചു. കൃഷിയിലൂടെ എപ്പോഴും ഭക്ഷണം ലഭിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ അലഞ്ഞു തിരിയുന്നത് അവസാനിപ്പിച്ച് സ്ഥിരമായ കാർഷിക ഗ്രാമങ്ങളുണ്ടാക്കി. അധികമുള്ള ധാന്യങ്ങൾ സൂക്ഷിക്കാൻ അവർ മൺപാത്രങ്ങൾ നിർമ്മിച്ചു. കൂടുതൽ ഈട് നിൽക്കുന്ന വീടുകൾ പണിയാൻ കളിമണ്ണിഷ്ടികകൾ ഉപയോഗിച്ചു. ആവശ്യത്തിലധികം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതോടെ മറ്റു ചില ജോലികൾ ചെയ്യാൻ കുറച്ച് ആളുകൾക്ക് സമയം ലഭിച്ചു. ഇത് മൺപാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ പുതിയ തൊഴിലുകളിലേക്ക് നയിക്കുകയും സമൂഹത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു. പ്രധാനപ്പെട്ട നിയോലിത്തിക് സെന്ററുകളിലൊന്നാണ് ജെറിക്കോ. ഇറാഖിലെ ജാർമോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മെഹർഗഡ് എന്നിവയും ഉൾപ്പെടുന്നു. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കല്ലിനു പകരം ലോഹങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനുഷ്യർ കണ്ടെത്തിയതോടെയാണ് മെറ്റൽ ഏജ് ആരംഭിച്ചത്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം കോപ്പറാണ്. അവർ പച്ചക്കൊമ്പിനെ ആയുധങ്ങളാക്കി മാറ്റാൻ പഠിച്ചു. കോപ്പർ ടൂൾസ് ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. കാരണം അവ കൂടുതൽ ഈട് നിൽക്കുന്നതും എളുപ്പത്തിൽ രൂപം മാറ്റാൻ കഴിയുന്നതുമായിരുന്നു. മനുഷ്യർ അവരുടെ പരമ്പരാഗതമായ കല്ലായുധങ്ങൾക്കൊപ്പം ചെമ്പുമുഴുള്ള ഉപകരണങ്ങൾ കൂടി ഉപയോഗിച്ച ഒരു കാലഘട്ടത്തെയാണ്
ചാൽക്കോലിഥിക് ഏജ് അഥവാ ചാൽക്കോലിഥിക് യുഗം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ കൂടുതൽ കരുത്തുള്ള ബ്രോൺസ് അഥവാ വെങ്കലം എന്ന ലോഹസങ്കരമുണ്ടാക്കാൻ മനുഷ്യർ ചെമ്പും ടിന്നും കൂട്ടിച്ചേർക്കാൻ പഠിച്ചു. ബ്രോൺസിന്റെ ഉപയോഗം കലപ്പ, ചക്രമുള്ള വണ്ടികൾ, ബോട്ടുകൾ തുടങ്ങിയ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു. ഈ നേട്ടങ്ങൾ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും മനുഷ്യരെ നഗരജീവിതത്തിലേക്ക് മാറാനും സഹായിച്ചു. നഗരവൽക്കരണം അഥവാ ഏർബനൈസേഷൻ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളും കൃഷിക്ക് പകരം കച്ചവടത്തിലോ കരകൗശല പണികളിലോ ഏർപ്പെടുന്ന വളരെ തിരക്കുള്ള ജനവാസ മേഖലകളെയാണ്. ഒരു ബ്രോൺസ് ഏജ് സംസ്കാരത്തിന്റെ പ്രസിദ്ധമായ ഉദാഹരണമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ നഗരവൽക്കരണം എന്നും ഇതറിയപ്പെടുന്നു. മോഹൻജൊദാരോ പോലെയുള്ള നഗരങ്ങളിൽ കൃത്യമായി പ്ലാൻ ചെയ്ത തെരുവുകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും അതുപോലെ ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം പോലെയുള്ള പൊതുമന്ദിരങ്ങളും ഉണ്ടായിരുന്നു. കാലക്രമേണ ഈ സംസ്കാരം തകരുകയും BCE 1500ഓടെ വേദിക് ഏജ് അഥവാ വേദകാലം എന്ന പുതിയൊരു കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടമായ വേദങ്ങളുടെ പേരിൽ നിന്നാണ് വേദിക് ഏജിന് ആ പേര് ലഭിച്ചത്. ഇതിനെ ഏർലി വേദിക് പീരിയഡ് അതായത് മുൻകാല വേദകാലം എന്നും ലേറ്റർ വേദിക് പീരിയഡ് അഥവാ പിൻകാല വേദകാലം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏർലി വേദിക് പീരിയഡിൽ ആളുകൾ സപ്തസിന്ധു പ്രദേശത്ത് കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന ഒരുതരം നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. ലേറ്റർ വേദിക് പീരിയഡിൽ ആളുകൾ ഗംഗാ സമതലത്തിലേക്ക് മാറുകയും കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്ഥിരമായ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളുടെ കടന്നുവരവും വർണ്ണ സിസ്റ്റം എന്നറിയപ്പെടുന്ന കർശനമായ സാമൂഹിക ഘടനയും ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. ആളുകൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. ചുരുക്കത്തിൽ വെറും കല്ലായുധങ്ങളിൽ നിന്ന് തുടങ്ങി മികച്ച സാങ്കേതിക വിദ്യകളിലൂടെ നഗരങ്ങൾ നിർമ്മിച്ച മനുഷ്യന്റെ ഈ അതിശയകരമായ വളർച്ചയാണ് ചരിത്രപഠനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം.